നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനവിടെ തനിച്ചൊന്നല്ലോ, മുത്തശ്ശിയുടെയും വിനുവിന്റെയും കൂടെ വസന്തയുടെ വീട്ടിലല്ലേ. പിന്നെന്താ, അവൻ കുഞ്ഞല്ലേ. ഇതുപോലെ ഉത്സവം യാഗന്നൊക്കെ കേൾക്കുമ്പോ അവനും പോർണോന്ന് തോന്നില്ലേ? പിന്നെ അവൻ വലുതാവുമ്പോ പോയിക്കോളൂ. ഗോകുലി യാഗത്തിന് വന്നു കഴിഞ്ഞാലേ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അതിന്റെ ചെലവിനെ കുറിച്ചായിരിക്കും പ്രകാശേട്ടൻ ഇപ്പൊ ചിന്തിക്കുന്നത്. എന്താ, കളിപ്പാട്ടത്തിന് കാശല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ മണ്ണ് വരി കൊടുത്താൽ മതിയോ? എടാ ഒന്ന് മിണ്ടാതിരിക്കടാ. തൊട്ടു മുമ്പേ നമ്മളെ അമ്പലത്തിൽ പോയിരുന്നതല്ലേ. അന്ന് ഈ യാഗത്തിന്റെ കാര്യമൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ. അല്ലച്ചാ, ഞാനവിടെ വിളിച്ച് ചോദിച്ചിരുന്നു. ഇത്തവണ യാഗം നടത്തുന്നില്ല എന്നായിരുന്നു കമ്മിറ്റിയുടെ തീരുമാനം. അത് കഴിഞ്ഞ് ദേവപ്രശ്നം നടന്നു. യാഗം നടത്തിയേ പറ്റൂന്ന് അതിൽ തെളിഞ്ഞു. ഓ, അതാ പെട്ടെന്ന്. ദേവിയുടെ കാര്യങ്ങൾക്ക് അങ്ങനെ മുടക്കം പറഞ്ഞാ പറ്റുമോ? അയ്യോ മാധവേട്ട, ഒന്ന് വണ്ടി നിർത്താൻ പറയോ? എന്താ? ഒന്ന് വണ്ടി ഒന്ന് സൈഡാക്കണേ. ശരി. എന്തു പറ്റി? ഞാനിപ്പോ വരാവേ, ഇപ്പൊ വരാം. സുജാതെ, ചന്ദ്രിക, എന്റെ ഈശ്വര, ഞാൻ എന്തായി കാണുന്നേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടാ. ഞാനും. അല്ല, ചന്ദ്രിക എങ്ങനെ എന്നെ കണ്ടത്? ഞാൻ ആ വണ്ടി പോവായിരുന്നേ, അപ്പോഴല്ലേ നീ ഇവിടെ നിൽക്കുന്ന കണ്ടത്. ഇതാരൊക്കെ? ഇത് മക്കളാ. മാധവേട്ട, ഇതാരാണെന്ന് മനസ്സിലായോ? മാധവേട്ടൻ എപ്പോഴും എന്നോട് പറയാറില്ലേ, ഞാൻ മാധവേട്ടനെ എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നത് ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടാണെന്ന്. അയാളെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. സുജാതയാണോ? സുജു? അതെ. സുജാതെ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കേൾക്കുന്നതാ ഇയാളുടെ കുറെ വീരവാദങ്ങള്. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചത്, നിങ്ങൾ ഹോസ്റ്റലിൽ ഒന്നിച്ച് ജീവിച്ചത്, അവിടെ ഒന്നിച്ച് നടന്ന ദിവസങ്ങളിലെ മിനിറ്റ് വെച്ചുള്ള കഥകള്. ഞങ്ങളുടെ എല്ലാ കല്യാണ വാർഷിക ദിവസവും ഇവള് പറയുന്ന ആവശ്യം സുജാതയുടെ അടുത്ത് പോണോന്നാ. സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും പറയും, പക്ഷെ ഇന്ന് വരെ നടന്നിട്ടില്ല. അതെങ്ങനെയാ? തന്നെ അന്വേഷിച്ച് തപ്പിപ്പിടിക്കാൻ പറ്റിയാലല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.